വാസ്തുവിദ്യാ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു അത്ഭുതമാണ് കൊല്ലം ജില്ലയിലെ പുനലൂരിൽ കല്ലടയാറിന് കുറുകെ തലയുയർത്തി നിൽക്കുന്ന പുരാതനമായ ഒരു തൂക്കുപാലം. 19ാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ പാലം ഇന്നും സഞ്ചാരികളുടെയും ചരിത്രകാരന്മാരുടെയും ഒരേപോലെ വിസ്മയിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്നു. ആധുനികമായ കോൺക്രീറ്റ് പാലങ്ങൾക്കും ഫ്ലൈ ഓവറുകൾക്കുമിടയിൽ പുനലൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പഴമയുടെ പ്രൗഢി ചോരാതെ നിൽക്കുന്ന ഈ സ്മാരകം കേരളത്തിന്റെ എഞ്ചിനീയറിംഗ് മികവിന്റെ ഉത്തമ ഉദാഹരണമാണ്. 1877 പണിതീർത്ത ഈ തൂക്കുപാലം കാണാൻ എത്തുന്നവർക്ക് കേവലം ഒരു കാഴ്ച എന്നതിലുപരി നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള തിരുവിതാംകൂർ ചരിത്രത്തിലേക്കുള്ള ഒരു മടക്കയാത്ര കൂടിയാണിത്. തിരക്കേറിയ പുനലൂർ നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് മാറി ഈ പാലത്തിലേക്ക് പാദങ്ങൾ വെക്കുമ്പോൾ ഒരു ശാന്തമായ അനുഭൂതി സഞ്ചാരികൾക്ക് ലഭിക്കുന്നു. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ആയില്യം തിരുനാൾ രാമവർമ്മ മഹാരാജാവിന്റെ കാലത്താണ് ഈ ചരിത്ര നിർമ്മിതിക്ക് തുടക്കമിട്ടത്. ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിരുന്ന ആൽബർട്ട് ഹെൻറിയുടെ മേൽനോട്ടത്തിൽ 1871 നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഏതാണ്ട് 6 വർഷത്തെ കഠിന പരിശ്രമത്തിനൊടുവിൽ 1877 പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുത്തു. ഈ പാലത്തിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്ന സാമഗ്രികൾ ഭൂരിഭാഗവും അക്കാലത്ത് ഇംഗ്ലണ്ടിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തത് എന്നത് ഇതിന്റെ നിർമ്മാണത്തിലെ ഗൗരവം വെളിപ്പെടുത്തുന്നു. ഇരുമ്പ് ചങ്ങലകൾ, കരിങ്കൽ കമാനങ്ങൾ, ഉറപ്പേറിയ മരപ്പലകകൾ എന്നിവയുടെ മനോഹരമായ ഒരു മിശ്രിതമാണ് ഈ തൂക്കുപാലം. പ്രത്യേകിച്ച് വെള്ളത്തിൽ കിടന്നാൽ പോലും കേടുപാടുകൾ സംഭവിക്കാത്ത കമ്പകം എന്ന അപൂർവ മരമാണ് പാലത്തിന്റെ തറയൊരുക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 400 അടി നീളമുള്ള ഈ പാലം ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ വാഹന തൂക്കുപാലം എന്ന വ്യാഖ്യാതി കൂടി സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരു കാലത്ത് ഭാരമേറിയ വാഹനങ്ങൾ പോലും സഞ്ചരിച്ചിരുന്ന ഈ പാലത്തിന്റെ നിർമ്മാണത്തിന് പിന്നിൽ രസകരവും എന്നാൽ ചിന്തോദ്ദീപകവുമായ ഒരു കാരണമുണ്ട്. പുനലൂർ നഗരത്തിന്റെ ഒരു വശം നിബിഡമായ വനങ്ങളാൽ ചുറ്റപ്പെട്ടുള്ളതായിരുന്നു. വന്യമൃഗങ്ങൾ, പ്രത്യേകിച്ച് വന്യമൃഗങ്ങളുടെ കൂട്ടങ്ങൾ നഗരത്തിലേക്കും ജനവാസ കേന്ദ്രങ്ങളിലേക്കും കടന്നു വരുന്നത് തടയുക എന്നതായിരുന്നു പാലത്തിന്റെ സവിശേഷമായ രൂപകൽപ്പനയ്ക്ക് പിന്നിലെ ലക്ഷ്യം. തൂക്കുപാലത്തിലൂടെ വലിയ മൃഗങ്ങൾ നടക്കുമ്പോൾ പാലം ആടുകയും ആ ശബ്ദവും ചലനവും കേട്ട് മൃഗങ്ങൾ ഭയന്ന് പിന്തുടരുകയും ചെയ്യും. മൃഗങ്ങളെ ഉപദ്രവിക്കാതെ തന്നെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയ ഈ ബുദ്ധിപരമായ നീക്കം അന്നത്തെ എഞ്ചിനീയർമാരുടെ ദീർഘവീക്ഷണമാണ് കാണിക്കുന്നത്. പാലത്തിന്റെ 2 വശങ്ങളിലുമുള്ള കൂറ്റൻ കരിങ്കൻ കമാനങ്ങൾ കാലത്തെ അതിജീവിച്ച് ഇന്നും കരുത്തോടെ നിലനിൽക്കുന്നു. ഈ കമാനങ്ങളിലാണ് ഭീകരമായ ഇരുമ്പ് ചങ്ങലകൾ ബന്ധിപ്പിച്ചിരിക്കുന്നത്. കാലപ്പഴക്കം കൊണ്ട് തകർച്ചയുടെ വക്കിലെത്തിയ ഈ ചരിത്ര സ്മാരകത്തെ കേരള പുരാവസ്തു വകുപ്പ് സംരക്ഷിച്ചെടുക്കുകയായിരുന്നു. ഏറെ നീണ്ട നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം 2014 പാലം വീണ്ടും പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. ഇന്ന് കാൽനട യാത്രക്കാർക്ക് മാത്രമേ ഇതിലൂടെ പ്രവേശനം അനുവദിക്കുകയുള്ളൂ എങ്കിലും ഓരോ ദിവസവും 100 കണക്കിന് ആളുകളാണ് ഇവിടം സന്ദർശിക്കാൻ എത്തുന്നത്. പാലത്തിലൂടെ നടക്കുമ്പോൾ മരപ്പലകകൾക്കിടയിലൂടെ താഴെ ശാന്തമായി ഒഴുകുന്ന കല്ലറയാറിന്റെ ദൃശ്യം ഏതൊരു സഞ്ചാരിയുടെയും മനസ്സ് നിറയ്ക്കുന്നതാണ്. സന്ദർശകർക്കായി പാലത്തിന് സമീപം വിശ്രമിക്കാനുള്ള ഇരിപ്പിടങ്ങളും വൈകുന്നേരങ്ങളിൽ പാലത്തെ കൂടുതൽ സുന്ദരമാക്കുന്ന അലങ്കാര വിളക്കുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന തൂക്കുപാലം കാണാൻ പ്രത്യേക ഭംഗിയാണ്. സോഷ്യൽ മീഡിയയുടെ കാലത്ത് പുനലൂർ തൂക്കുപാലം ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാം റീൽസുകളിലൂടെയും ഫോട്ടോഷൂട്ടിലൂടെയും ഈ പാലം ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടാറുണ്ട്. പുരാതനമായ ഈ നിർമ്മിതിയും താഴെ ഒഴുകുന്ന നദിയും പശ്ചാത്തലമാക്കി ചിത്രങ്ങൾ പകർത്താൻ നിരവധി യുവാക്കളാണ് ഇവിടെ എത്തുന്നത്. ചരിത്രവും പ്രകൃതി ഭംഗിയും ഒരുപോലെ ഒത്തുചേരുന്ന മറ്റൊരിടം കേരളത്തിൽ അപൂർവമായിരിക്കും. 19ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെയും തിരുവിതാംകൂർ രാജഭരണത്തിന്റെയും ശേഷിപ്പുകൾ പേറുന്ന ഈ പാലം കൊല്ലം ജില്ലയുടെ ഒരു അടയാളം കൂടിയാണ്. കൊട്ടാരക്കര ചെങ്കോട്ട പാതയിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും പുനലൂർ ടൗണിലെത്തുമ്പോൾ ഈ വിസ്മയം നേരിൽ കാണാൻ സാധിക്കും. കൊല്ലത്തിന്റെ വികസന ചരിത്രത്തിലും ഈ തൂക്കുപാലത്തിന് വലിയ പങ്കുണ്ട്. ഹൈറേഞ്ചുകളെയും സമതലങ്ങളെയും ബന്ധിപ്പിക്കുന്നതിൽ ഈ പാലം ഒരു കാലത്ത് വലിയ പങ്ക് വഹിച്ചിരുന്നു. ഇന്ന് പഴയ പ്രതാപം വീണ്ടെടുത്ത് നിൽക്കുന്ന ഈ നിർമ്മിതി വരും തലമുറകൾക്ക് ഒരു പാഠപുസ്തകമാണ്. ആധുനിക യന്ത്ര സാമഗ്രികൾ ഇല്ലാതിരുന്ന കാലത്ത് ഇത്രയും ബൃഹത്തായ ഒരു ഘടന എങ്ങനെ നിർമ്മിച്ചു എന്നത് ഇന്നും അത്ഭുതകരമായി അവശേഷിക്കുന്നു. പുനലൂരിലെ ഈ തൂക്കുപാലം സന്ദർശിക്കുന്നത് കേവലം ഒരു വിനോദയാത്രയല്ല, മറിച്ച് നമ്മുടെ നാടിന്റെ പൈതൃകത്തിന്റെയും കരുത്തിനെയും തൊട്ടറിയുന്ന അനുഭവം കൂടിയാണ്. വരും വർഷങ്ങളിലും ഈ ചരിത്ര സ്മാരകം അതിന്റെ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് കല്ലടയാറിന് മുകൾ വിസ്മയമായി തുടരുമെന്നത് ഉറപ്പാണ്.